നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വിജയ ചെറ്റക്കുടിലിൽ കിടന്ന കാലം മറന്നോ? വന്ന വഴി മറക്കരുത്. മുഖ്യമന്ത്രിക്ക് നേരെ ചാട്ടുളി പോലെ ജി സുധാകരന്റെയും കൂട്ടരുടെയും വാക്കുകൾ. പിണറായി വിജയന്റെ ചെറ്റ എന്ന പരാമർശം തെരഞ്ഞെടുപ്പ് ഗോതയിൽ ചൂടൻ ചർച്ചയായി മാറുകയാണ്. സുധാകരന്റെ ചെറ്റത്തരമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഒട്ടും മര്യാദയില്ലാത്ത പരാമർശമാണ്. മര്യാദയില്ലാത്തവരിൽ നിന്ന് ഇതൊക്കെ വരൂ എന്ന സുധാകര പക്ഷക്കാരുടെ മറുപടി CPM-ൽ തീ പടർത്തുന്നു. എന്നാൽ മുഖ്യന്റെ ചെറ്റത്തരം എന്ന പ്രയോഗത്തിന് സുധാകരൻ കൊടുത്ത മറുപടി പിണറായിക്ക് മൂട്ടിൽ പൊട്ടുന്നതായി പോയി. പാവപ്പെട്ടവന്റെ കൂരയ്ക്കാണ് ചെറ്റ എന്ന് പറയുന്നത്. അങ്ങനെ എന്നെ വിളിച്ചതിൽ സന്തോഷമേ ഉള്ളൂവെന്ന് സുധാകരൻ വിഷയം വഴിതിരിച്ചു വിട്ടപ്പോൾ പിണറായിയുടെ പഴയ കാലം കുത്തിപ്പൊക്കുകയാണ് ഇപ്പോൾ സൈബറിടം. അതിൽ തൂങ്ങിയാടിയാണ് ചർച്ചകൾ കൊഴുക്കുന്നത്. ചെറ്റ എന്ന് കേൾക്കുമ്പോൾ പിണറായിക്ക് പുച്ഛമാണോ? ചെറ്റക്കുടിലിൽ കിടന്നു വളർന്ന കാലം പിണറായി മറന്നോ? ഇന്ന് കാണുന്ന പിണറായിക്ക് മുൻപ് ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാത്ത പിണറായി കാലമുണ്ടായിരുന്നു. പണ്ടത്തെ കഷ്ടതകളെ കുറിച്ചൊക്കെ ഇടയ്ക്ക് പിണറായി പറയാറുണ്ടല്ലോ. അത് ഉള്ളിൽ തട്ടി പറയുന്നവന് ഇങ്ങനത്തെ വർത്തമാനം പറയാൻ കഴിയില്ല എന്നാണ് വായടപ്പിക്കുന്ന മറുപടികൾ. പിണറായി അടിച്ച ഒരൊറ്റ ഡയലോഗ് സുധാകരൻ അത് തിരിച്ചടിച്ചതോടെ പിണറായി വന്ന വഴി മറന്നവൻ എന്ന ട്രോളും പരിഹാസങ്ങളുമാണ് ഇപ്പോൾ നിറയുന്നത്. പാവപ്പെട്ടവൻ എന്ന് പറയുന്നത് പിണറായിക്ക് ഇപ്പോൾ പുച്ഛവും അങ്ങേയറ്റത്തെ പരിഹാസവുമായി തോന്നുന്നോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. അല്ലെങ്കിൽ തന്നെ പിണറായി വിജയൻ ഏകാധിപതിയാണ് എന്നുള്ള ഒരു വിമർശനം ശക്തമാണ്. VS ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പോലെ അല്ല പിണറായി. ജനങ്ങളുമായി ഒരു ബന്ധവുമില്ലാതെ കോർപ്പറേറ്റുകളുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന ഒരുവനാണ് പിണറായി വിജയൻ എന്നുള്ള വിമർശനം ശക്തമാണ്. ജനങ്ങളുമായി ഒരു ബന്ധവുമില്ലാതെ മാറി നിൽക്കുന്ന ബൂർഷ എന്ന വിമർശനം നേരിടുന്ന നേതാവ് കൂടിയാണ് പിണറായി. അത് ശരിവയ്ക്കുന്ന തരത്തിലായി പോയി സുധാകരന്റെ വിമർശനം. വരും ദിവസങ്ങളിൽ സുധാകരൻ ഇനി പലതും പച്ചയ്ക്ക് വിളിച്ചു കൂവും. പിണറായി വിജയനും സുധാകരനും നേർക്കുനേർ പോരിലേക്ക് എത്തിയതോടെ ഇനി എന്തും സംഭവിക്കാം. എന്നെ കൊണ്ട് കൂടുതൽ പറയിക്കരുതെന്ന സുധാകരന്റെ മുന്നറിയിപ്പ് CPM-നുള്ള താക്കീതാണ്. തീർന്നില്ല. കിട്ടുന്ന വേദികളിലെല്ലാം സുധാകരൻ ഇപ്പോൾ പിണറായിക്ക് നേരെ ഗർജിക്കുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്താൻ പോകുന്ന തികഞ്ഞ രാഷ്ട്രീയ പോരാട്ടമാണ് അമ്പലപ്പുഴയിലേത്. കാരണം ഒരു കാര്യവുമില്ലാതെ എന്നെ ചെറ്റേ എന്നുവരെ മുഖ്യമന്ത്രി വിളിക്കുകയാണ്. ഞാൻ മുഖ്യമന്ത്രിയെ ഒന്നും പറഞ്ഞില്ല, ആക്ഷേപിച്ചൊന്നും പറഞ്ഞിട്ടില്ല. CPM-ലെ ഒരാളെയും ഞാൻ ആക്ഷേപിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. CPM-നെ പോലും അധിക്ഷേപിച്ചില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ആക്ഷേപിച്ചില്ല. എന്നിട്ടും അരിശം തീരാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നെ ചെറ്റ എന്ന് വിളിക്കുകയാണ്. അതിനുള്ള മറുപടി ഞാൻ നൽകി കഴിഞ്ഞു. ഇതായിരുന്നു സുധാകരന്റെ ഇന്നത്തെ ഒരു പരാമർശം. അങ്ങനെ ഒരു പദപ്രയോഗം നടത്താൻ മുഖ്യമന്ത്രിക്ക് എന്താണ് അധികാരമെന്നും സുധാകരൻ ചോദിച്ചു. എന്തവകാശം? അദ്ദേഹത്തെ ആര് ചുമതലപ്പെടുത്തി? പോളിറ്റ് ബ്യൂറോ ചുമതലപ്പെടുത്തിയോ? അദ്ദേഹം പോളിറ്റ് ബ്യൂറോയോട് ചോദിച്ചോ? ബേബി അങ്ങനെ പറഞ്ഞില്ലല്ലോ. MV ഗോവിന്ദൻ പോലും അങ്ങനെ പറഞ്ഞില്ല. പിണറായിയുമായി നല്ല ബന്ധമായിരുന്നു. 10-30 കൊല്ലത്തെ ബന്ധമല്ലേ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഗുണമുണ്ടായി. എല്ലാ പ്രതിസന്ധിയിലും ഞാൻ ഉറച്ചു നിന്നു. ജനങ്ങളെ അറിയിക്കേണ്ടത് പത്രസമ്മേളനം നടത്തി വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന് സ്ഥലജല ഭ്രമം സംഭവിച്ചിരിക്കുകയാണ്. ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയില്ല. താഴെയുള്ള ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. ആളുകളെ തെറ്റായ ഭാഷയിൽ അഭിസംബോധന ചെയ്യുകയാണ്. എൻ്റെ അച്ഛനും അമ്മയും ഇട്ട പേരല്ല ചെറ്റ എന്ന്, സുധാകരൻ എന്നാണ് അവർ പേരിട്ടത്. എൻ്റെ അച്ഛനും അമ്മയും ഇട്ട പേര് മാറ്റാൻ കേരള മുഖ്യമന്ത്രിക്ക് എന്താണ് അവകാശം? അദ്ദേഹം ആ കസേരയിൽ ഇരിക്കുന്നത് അച്ഛനമ്മമാർ പൗരന്മാർക്കിട്ട പേര് മാറ്റാനാണോ? ഇതൊരു ഭരണഘടനാ പ്രശ്നമാണ്. മുഖ്യമന്ത്രി സംസാരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടാണ്. ഞാൻ കേസിനൊന്നും പോകുന്നില്ല. അതീവ ഗുരുതരമായ തെറ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും സുധാകരൻ പറഞ്ഞു. തമിഴ്നാട്ടിലും ബംഗാളിലും ഒറ്റ മുന്നണിയല്ലേ? കോൺഗ്രസുമായി ചേർന്നല്ലേ മത്സരിച്ചത്? തോമസ് ഐസക്കും വിജയരാഘവനും തമിഴ്നാട്ടിൽ പോയി പ്രസംഗിച്ചില്ലേ? ഞാൻ സ്വതന്ത്രനായി. എന്റെ തലയിൽ ബാധ്യതകളുടെ ഭാരമില്ല. ഞാൻ മാർക്സിസത്തെ തള്ളി പറഞ്ഞിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒരു മാസം 3 തവണയെങ്കിലും വായിക്കുന്നയാളാണ് ഞാൻ. വർഗവഞ്ചകരെ വിമർശിക്കുമ്പോൾ ഭാഷാ ശുദ്ധി നോക്കേണ്ടതില്ല എന്ന വിജയരാഘവന്റെ പരാമർശത്തിനും സുധാകരൻ മറുപടി നൽകി. അയാൾ പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കാൻ യാതൊരു യോഗ്യതയുമുള്ള മനുഷ്യനല്ല. അയാൾ പാർട്ടികളിൽ തന്നെ മെമ്പറാകാൻ യോഗ്യതയില്ലാത്ത ആളാണ്. അങ്ങനൊരു വിഡ്ഢിക്ക് മാത്രമേ ഇങ്ങനെ സംസാരിക്കാൻ കഴിയൂ. വർഗവഞ്ചകർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ നാട്ടിലെ സാധാരണക്കാരോ? ഏതാണ് ഈ വർഗം?
പൊളിറ്റിക്കൽ ക്രിമിനൽ വർഗത്തെയാണ് വിജയരാഘവൻ പ്രതിനിധീകരിക്കുന്നത്. അവരോടാണ് ഇന്നലെ സംസാരിച്ചത്. നിരക്ഷര കുക്ഷിയാണ് വിജയരാഘവൻ എന്നും സുധാകരൻ പരിഹസിച്ചു. ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിലെ ഭൂരിപക്ഷവും എല്ലാവരുമല്ല, പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആണ്. അവരാണ് ഈ വൃത്തികേടുകൾ കാണിക്കുന്നത്. ഞാൻ പാർട്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ അച്ഛന് പറഞ്ഞു, ലോക്കൽ കമ്മിറ്റി അംഗത്തെ കൊണ്ട് പറയിച്ചു. തെറ്റാണെന്ന് ഈ വിജയരാഘവൻ പറഞ്ഞോ? മുഖ്യമന്ത്രി പറഞ്ഞോ? നടപടിയെടുക്കാൻ പറഞ്ഞോ? നാസർ എന്താണ് പറഞ്ഞത്? ഫോണിൽ കൂടി താക്കീത് ചെയ്തെന്ന്. ഇത്തരത്തിലുള്ള വൃത്തികെട്ട പ്രസ്ഥാനമായി മാറി ആലപ്പുഴയിൽ CPM. ഇതല്ല ഞങ്ങൾ ചേരുമ്പോഴുള്ള പ്രസ്ഥാനമെന്നും സുധാകരൻ പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ CPM-നെയും പിണറായി വിജയനെയും കടിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സുധാകരൻ. ഇത് മാത്രമല്ല, സുധാകരൻ മുഖ്യമന്ത്രിക്ക് കുറിക്കുകൊള്ളുന്ന മറുപടി കൊടുക്കുകയും ചെയ്തിരുന്നു. സുധാകരൻ കാണിച്ചത് ചെറ്റത്തരമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ സുധാകരൻ ഒരു അധികാരമോഹിയാണെന്നും പറഞ്ഞിരുന്നു. അയാളെ ആലപ്പുഴയിൽ വലിയ രീതിയിലാണ് പാർട്ടി ഉയർത്തി കാണിച്ചതെന്നും ഇനി എന്ത് പദവിയാണ് കൊടുക്കാനുള്ളത് എന്നൊക്കെയും പിണറായി വിജയൻ പറഞ്ഞിരുന്നു. അധികാരമോഹിയാണ് സുധാകരൻ എന്ന് പറഞ്ഞപ്പോൾ ഇത് മറുപടിയുമായിട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി സുധാകരൻ പിണറായിക്ക് പിരിവെട്ടുന്ന രീതിയിൽ പറഞ്ഞിരുന്നു. ഞാൻ അധികാരമോഹിയാണെന്ന് പറയുമ്പോൾ പിണറായി വിജയൻ എത്ര തവണയാണ് മത്സരിക്കാൻ നിന്നത് എന്നുകൂടി ഒന്ന് പറയണം. 9 തവണ നിന്നു. അപ്പോൾ അത് അധികാരമോഹമില്ലാഞ്ഞിട്ടാണോ? ധർമ്മടത്ത് പിണറായി നിന്നാലേ ജയിക്കൂ എന്നാണ് എല്ലാവരും വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സ്ഥിരമായി നിന്ന് ജയിക്കുന്ന ആളാണ് പിണറായി വിജയൻ. അവിടെ വേറെ ആരെയും കൊണ്ട് നിർത്തിയാൽ ജയിക്കുന്ന ഒരു സാഹചര്യവുമില്ല. എന്നാൽ ഈ പിണറായി വിജയൻ മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിൽ പോയി നിന്ന് ജയിച്ചു കാണിക്കട്ടെ എന്നുള്ള ഒരു വെല്ലുവിളി കൂടിയാണ് സുധാകരൻ നടത്തുന്നത്. അങ്ങനെ പിണറായിക്കിട്ട് ഒന്നാം തരം കൊട്ടുകളാണ് സുധാകരൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സുധാകരന് ഈ പാർട്ടിയെക്കുറിച്ച് കൃത്യമായി ചിലതൊക്കെ അറിയാം. അതുമാത്രമല്ല, പിണറായി വിജയന്റെ ചില രഹസ്യങ്ങളും അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് കൂടുതലങ്ങ് എന്നെ തോണ്ടാൻ നിൽക്കരുത് എന്നുകൂടിയുള്ള മുന്നറിയിപ്പാണ് സുധാകരൻ CPM-ന് കൊടുക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ അതിരുവിട്ടുപോയ വിമർശനം വലിയ എതിർപ്പിന് വഴിവെച്ചിരിക്കുകയാണ്. സുധാകരൻ ചെറ്റത്തരം കാണിച്ചുവെന്ന് പാർട്ടി സെക്രട്ടറി അല്ല, സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പിണറായി പാർട്ടി സെക്രട്ടറിയുടെ കുപ്പായത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങണം. നിങ്ങൾ ഒരു മുഖ്യമന്ത്രിയാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ ആ ഒരു മിതത്വവും സംസ്കാരവും മാന്യതയും പുലർത്തണം. എന്നാൽ അതില്ലാത്ത തരത്തിലേക്കായിരുന്നു സുധാകരനെ വിമർശിച്ചു വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ഇതിനു മുൻപും മുഖ്യമന്ത്രി പലരെയും പലതും പറഞ്ഞിട്ടുണ്ട്. കുലംകുത്തിയൊന്നും നികൃഷ്ട ജീവിയെന്നും പരനാറി എന്നുമൊക്കെ പൊതുവേദികളിൽ നിന്നുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ മര്യാദയും കാണിക്കാത്ത രീതിയിലാണ് അപ്പോഴൊക്കെ പിണറായി വിജയന്റെ സംസാരങ്ങൾ പോയിട്ടുള്ളത്. അതിനെ എല്ലാത്തിനെയും വലിയ രീതിയിൽ വിമർശനങ്ങൾ നേരിടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സുധാകരനെ ഈ രീതിയിൽ വിമർശിച്ചതും വലിയ എതിർപ്പിന് കൂടി വഴിവെക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ചെറ്റത്തര പ്രയോഗത്തിന് ആ സെക്കൻഡിൽ തന്നെ സുധാകരൻ മറുപടി കൊടുത്തതാണ് ഇതിലെ ഹൈലൈറ്റ്. സുധാകരന്റെ ആ ഒരു മറുപടി കൂടി നമുക്ക് ഒന്നുകൂടി ഒന്ന് പരിശോധിക്കാം. ചെറ്റ എന്ന് വിളിച്ചതിൽ അഭിമാനമാണ്. ചെറ്റ എന്നത് ഇന്നാട്ടിലെ പാവപ്പെട്ടവരുടെ കിടപ്പാടമെന്നാണ് സുധാകരൻ പറഞ്ഞത്. സുരക്ഷിത മണ്ഡലമായ ധർമ്മടത്ത് നിന്ന് മുഖ്യമന്ത്രി മത്സരിക്കുന്നതിനെയും സുധാകരൻ പരിഹസിച്ചിരുന്നു. മുഖ്യമന്ത്രിയെ ഞാൻ വിമർശിക്കും, പക്ഷേ ചീത്ത പറയാറില്ല. അതെന്റെ ഗുരുത്വമാണ്. എന്നെ ചെറ്റ എന്ന് വിളിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. ചെറ്റ എന്നത് ഇന്നാട്ടിലെ പാവപ്പെട്ടവന്റെ കൂരയുടെ പ്രതീകമാണ്. 18 വയസ്സ് വരെ ഞാൻ ഓലമേഞ്ഞ ചെറ്റപ്പുരയിലാണ് ജീവിച്ചത്. ചാണകത്തിണ്ണയിലാണ് കഴിഞ്ഞത്. ആ ചെറ്റപ്പുരകളെ അധിക്ഷേപിക്കുകയാണ് തന്നെ ചെറ്റ എന്ന് വിളിക്കുന്നത് വഴി മുഖ്യമന്ത്രി ചെയ്തത്. മുഖ്യമന്ത്രിക്ക് മലയാള ഭാഷയുടെ അർത്ഥഭേദങ്ങൾ അറിയില്ല, നിഘണ്ടു വായിച്ചിട്ടില്ല. ചെറ്റ എന്നല്ല, ഇനി വറ്റ മത്സ്യമെന്ന് വിളിച്ചാലും ഞാൻ ചീത്ത പറയില്ല. എനിക്ക് പാർലമെന്ററി മോഹമാണെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയും അങ്ങനെ പറഞ്ഞു എന്നാണ് കേട്ടത്. മുഖ്യമന്ത്രി 9 തവണ മത്സരിച്ചു. ആ മണ്ഡലത്തിൽ ഇതുവരെ ആരും തോറ്റിട്ടില്ല. ആരും ജയിക്കാൻ കഴിയുന്ന മണ്ഡലത്തിൽ നിന്നാൽ ആർക്കും ജയിക്കാം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ജയിച്ചത്. ആലപ്പുഴ പോലെ അല്ല കണ്ണൂർ. ആര് നിന്നാലും ജയിക്കും. മരിക്കുന്നത് വരെ AKG പാർലമെന്ററി മെമ്പർ ആയിരുന്നല്ലോ. സുധാകരൻ ഇത്തരത്തിലായിരുന്നു പിണറായിക്ക് മറുപടി കൊടുത്തത്. അടുത്തിടെ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പാർട്ടി വിട്ടത് ചെറ്റത്തരമാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചത്. ഇത് നേരിട്ട് സുധാകരനെ വിമർശിക്കുന്ന രീതിയായിരുന്നു പിണറായി പുറത്തെടുത്തത്. പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവനും സുധാകരനെ വിമർശിച്ചിരുന്നു. മരിക്കുന്നത് വരെ MLA ആയിരിക്കണമെന്നാണ് ആഗ്രഹമെന്നും ആ ആഗ്രഹം നടക്കാത്തത് കൊണ്ടാണ് പാർട്ടി വിട്ടത് എന്ന വിമർശനമായിരുന്നു വിജയരാഘവൻ നടത്തിയത്. അതായത് കടുത്ത പരിഹാസം സുധാകരന് നേരെ ചൊരിയുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തലകീഴായി വായിച്ചതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയായതെന്നും വിജയരാഘവൻ വിമർശിച്ചത്. വിജയരാഘവൻ അമ്പലപ്പുഴയെ പറ്റി ഒന്നും അറിയില്ല. കമ്മിറ്റി കൂടാൻ മാത്രമാണ് വന്നിട്ടുള്ളത്.
മാനിഫെസ്റ്റോ നേരെ പിടിച്ചു വായിച്ചതുകൊണ്ടാണ് വിജയരാഘവൻ ഇങ്ങനെ ആയത് എന്നായിരുന്നു സുധാകരൻ മറുപടി കൊടുത്തത്. ചേർത്തലയിൽ മന്ത്രി പി പ്രസാദിന്റെ വിജയം തുലാസിലാണെന്നും സുധാകരൻ പറഞ്ഞിരുന്നു. എന്തായാലും കടുത്ത വിമർശനം ഇപ്പോൾ CPM-ലെ എല്ലാ നേതാക്കൾക്ക് നേരെയും സുധാകരൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തന്നെ താറടിച്ചു കാണിക്കാൻ ആരൊക്കെ രംഗത്തേക്ക് വന്നാലും അതിനപ്പുറത്തെ രീതി ഞാൻ പുറത്തെടുക്കും എന്നുള്ള ഒരു നിലപാടിലാണ് സുധാകരനുള്ളത്. അതിന്റെ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് പിണറായിക്ക് തന്നെ സുധാകരൻ മറുപടി കൊടുത്തുകൊണ്ട് ഇങ്ങനെ ചീറി നിൽക്കുന്നതിൽ നിന്ന് വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.